ചോ അച്ഛാ ഉറങ്ങണോ അച്ഛാ? ഉറങ്ങണ? ആ ഉറങ്ങണം, നീ പോ, ഞാൻ കുറച്ച് ഉറങ്ങിക്കോട്ടു. അല്ല ചോ, ഞാൻ നേരത്തെ അവിടെ വെച്ച് പറഞ്ഞില്ലേ, ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയതാ. പോടാ, നിങ്ങളൊക്കെ വളർന്ന വലുത് അതിൻ്റെയൊക്കെ തോന്നി വേണം നിൽക്കുന്നത്. അച്ഛാ ചെന്തരിച്ച് അങ്ങനെ പറയണേ? ഇത് ആളെ പറഞ്ഞ കാശു, ഞാൻ കിടന്ന് ഉറങ്ങിക്കോട്ടെ, നീക്ക് എന്താണ് ചെയ്യട്ടെ, എനിക്കെന്ത്? ഇതൊന്ന് എണീറ്റേ, എണീക്കച്ചാ. ഇവിടെ കിടക്കട്ടെ, നീ പോ, എന്നിട്ട് പോ. കേശു, ഇതൊക്കെ ചെറിയ കാര്യമല്ലേ, വിട്ടുകളാ. ചെറിയ കാര്യമോ? ഒന്നാമത് ഞാനാണ് അവനെ വഷളാക്കണമെന്ന് പരക്കെ പറച്ചിലുണ്ട്. ഡേ, ലിക്വർ ടേസ്റ്റ് ചെയ്യേണ്ട ചെറിയ കാര്യമാണോ? എന്നാടാ, നിനക്ക് അങ്ങനെ വേണമെങ്കിലേ നീ പുറത്തു പോയി കഴിക്കരുത്. അച്ഛന് നാണക്കേടാണ്. ഞാൻ മാറ്റോടാ, വീട്ടിൽ നിന്ന് കഴിയടാ. എന്തരിച്ച ഇങ്ങനെയൊക്കെ പറയണേ? എന്താടാ കേശു അച്ഛനും മോനും കൂടെ സംസാരം? ഓ, എല്ലാവരും കാഴ്ചക്കാരായിട്ട് നിൽക്കണല്ലേ? പിന്നെ ഭയങ്കര കൗതുകമുള്ള കാഴ്ചയല്ലേ, കണ്ട് ഞങ്ങളിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്തോ ശ്രീ ചുമ്മാ ഓരോന്നും കിടന്ന് പറഞ്ഞോണ്ടിരിക്കണം. അത് ശീലമായി പോയതല്ല അമ്മായി, മാറൂല. കേശു കൂടുതൽ ഇമോഷണൽ ഡ്രാമയൊന്നും കാണിക്കാൻ നിൽക്കണ്ട. നീ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ ഞാൻ ഓട്ടോമാറ്റിക്കലി കൈ വീശിപ്പോയി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, കരണത്തടി കൊള്ളാൻ ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടിയേക്കുന്ന ഇവനാണ്. ഞാൻ തന്നെ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്. ചുമ്മാരി ചോ എന്താടാ ഇതെന്തിങ്ങനെ ഇരിക്കണേ? ഞാൻ പിന്നെ ഇങ്ങനെ ഇരിക്കണം, കിടിക്കണ ഇങ്ങനെ ഇരിക്കടാ. എന്തരിച്ചാ പിന്നെന്തേ അച്ഛനോട് ഇങ്ങനെ ദേഷ്യത്തിലല്ലാതെ സ്നേഹത്തോട് സംസാരിച്ചാൽ ഞാൻ അവിടെ നിന്ന് പോകും. എടാ, ഇന്നോ നാളെയോ ലിക്വർ ടേസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നിടത്ത് ഞാൻ നിന്നോടാ സ്നേഹത്തോടെ പെരുമാറും. ഞാൻ പറയട്ടെ കാടാ, എടാ ഇന്നോ നാളെയോ ലിക്വർ ടെസ്റ്റ് ചെയ്യാൻ എടേ ഞാൻ പറഞ്ഞത് നീ മിണ്ടാ ചേട്ടാ, മിണ്ടാടാ. നീ അടുത്ത് മൂന്നെണ്ണം തരടാ നീ ഇവിടെ. എടാ കാശു, ഇവനെ ഞാൻ ഇന്ന് മണ്ടാടിച്ച് ഞാൻ പുളക്കും. എടാ ഇന്നോ നാളെയോ ലിക്വർ ടേസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന നിൻ്റെ അടുത്ത് ഞാൻ സ്നേഹത്തോടെ പെരുമാറുന്നത് രക്ഷപ്പെട്ടു. നീ പറ. ഞാൻ ഇനി പറയാനില്ല, പോ. കളിക്കലോ, കാര്യം പറയാമ. ഉമ്മ ഇവിടെ സീരിയസ് ആയിട്ട് നീ അടി സംസാരിച്ചു. വാങ്ങിച്ചോട്ടെ പോളാടേ. കേശുടാ നിർത്തടാ. ഇവിടെ എല്ലാവരെക്കാളും വിശ്വാസം ഞങ്ങൾക്ക് നിന്നെ തന്നെയാ. പക്ഷെ നീ തന്നെ ഇങ്ങനെ കാണിക്കുമ്പോഴാ. കുറച്ചുകൂടെ കയറിട്ട് അച്ഛാ, എന്താ അച്ഛാ കയറി വരെയാണ് സെന്റിമെന്റ്സ് അടിക്കാൻ പറ്റണില്ലല്ലേ കയറാൻ? സമ്മതിക്കുന്നില്ലല്ലോ. സമ്മതിക്കില്ലല്ലേ? കുറെ നേരം നിന്നെ നോക്കണം. എൻ്റെ കള്ളം കരച്ച് കരയാൻ വേണ്ടി നീ ഇങ്ങനെ കയറി വരെയാണ്, പിന്നെ ഡൗൺ ആയി പോകും. പിന്നെയും കരയാൻ ശ്രമിക്കുകയാണ്, നടക്കൂല. കര ആദ്യം, എന്നിട്ട് വാ അച്ഛനെ വിളിച്ചോണ്ട്. വലിയ പുരുഷൻ കളിക്കാൻ നോക്കിയതാ ചാപ്പാളിപ്പോയി. ലച്ചു എന്തോന്ന് ലച്ചു, ചുമ്മാ എന്തെങ്കിലും വിഷയം ഉണ്ടായാലും കടിച്ചു നോക്കിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഉണ്ടായിരുന്നുള്ളൂ. അത് കറക്റ്റാണ്. എന്തെങ്കിലും കിട്ടിയാ പിന്നെ വിടൂല. ഓ ഹലോ. അല്ല, ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോയാണ്. ആ അതവിടെ വിങ്ങി പൊട്ടി കരഞ്ഞു തുടങ്ങി കേട്ടാ. എന്താടാ ആള് മൂക്കണ തലയിട്ട് അടിച്ചിരിക്കാൻ നോക്കിയോ മക്കളെ പോട്ടെ. അച്ഛൻ ഇതുപോലെ പണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടേ, പോട്ടെ. ഇനി അങ്ങനെ ചെയ്തായിരുന്നാ മതി കേട്ടാ. കുട്ടവൻ്റെ അടുത്ത് പോ, കുട്ടവനെ ആശ്വസിപ്പിക്കും. പോടാ, ആ കുട്ടവൻ്റെ അടുത്തല്ലേ, കുട്ടവൻ്റെ അടുത്തല്ലേ. ഒരു കാര്യമില്ലേ, ഈ ഒരു സന്തോഷത്തില്ലേ ഒരു സാധനം കൂടെ വാങ്ങിച്ച് രണ്ടുപേരും കൂടെ അടിച്ച് രസിക്കും. സന്തോഷമല്ലടാ കേട്ടാ, കുഴപ്പമില്ല. ഇന്നും ടേസ്റ്റ് ചെയ്യാൻ നിൽക്കാം. ടേസ്റ്റിനെന്തല്ലേ കുടിക്കൂ. ഞാൻ അല്ല, സാധനം വാങ്ങിച്ചു തന്നെ കുടിക്കുമെന്ന്. ഇന്നെന്ത് കുടിക്കാത്ത? കുടിച്ചോണ്ട് പോവാ, അപ്പം കാണാം. ആ എന്നിട്ടാണ് നീ കാണാൻ. എന്നാലും കുടിക്കലെന്ന് പറയുന്നത്, എന്നാലും കുടിക്കലെന്ന് പറയുന്നത് കുടിച്ചോണ്ടോ അപ്പൊ കാണാന്ന്. അപ്പൊ കുടിക്കേ എന്താന്ന് വെച്ചാ ഇത്? മക്കളെ കേശു, കുഴപ്പമില്ലടാ, എല്ലാവർക്കും ഒരു തെറ്റ് പറ്റും. പലരും നമ്മളെ പല കാര്യങ്ങളും വച്ച് നീട്ടി പ്രലോഭിപ്പിക്കാൻ നോക്കും. നമ്മളതൊന്നും വീഴരുത്. മദ്യമായിക്കോട്ടെ എന്തായാലും നമ്മളെപ്പോഴും നമ്മുടെ കുടുംബത്തിനെ മറന്നൊന്നും ചെയ്യരുത് കേട്ടാ. കുടുംബത്തിൻ്റെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. ആ കേട്ടല്ലേ? ആ ഇത്രയേ ഉള്ളൂ, ഇത്തിരി പറയാം.
അത്ര എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഉമ്മങ്ങൾ കൊടുത്താൽ മതിയായിരുന്നു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.